മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയിലെ ഒരു വാർത്ത എനിക്ക് വളരെ ചുവട്ടിലുള്ളതാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് മുൻപ് വിവാദം പ്രഖ്യാപിച്ച തീയതി മാറ്റി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടില് വിവാദം സൃഷ്ടിക്കല് ജന്മനാൽ സ്വഭാവമായിരിക്കാം. ഈ 365 ദിവസമായിട്ട് ഇവിടെ എല്ലാത്തിലും വിവാദമാണ്. ആ വിവാദമില്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ആലോചിക്കാറുണ്ട്, ഈ വിവാദത്തിനൊക്കെ പട്ടിപിടുത്തം മുതൽക്ക് വിവാദമാണ്. ലോ അക്കാഡമി വിവാദമാണ്, നെഹ്റു കോളേജ് വിവാദമാണ്, കുരിശ് മാറ്റിയത് വിവാദമാണ്, ജിഷ വധക്കേസ് വിവാദമാണ്, ജിഷ്ണുവിൻ്റെ കാര്യം വിവാദമാണ്. എന്തെല്ലാമാണ് ഇവിടെ വിവാദമാക്കാത്തത്? അത്ഭുതകരമായ വസ്തുത. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും മറുപടി കൊടുക്കാനും ഇഷ്ടംമാതിരി സമയമുള്ള ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുക എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ മാത്രമായിട്ടാണോ അദ്ദേഹത്തിന്റെ 24 മണിക്കൂറും? വേറെ ഒന്നും ചെയ്യാനില്ലേ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. മേഘത്തിൽ മഴ പെയ്യിക്കാനായിട്ടുള്ള പരിപാടി, അതിന് വിവാദം. എന്തിനൊക്കെ ഇവിടെ വിവാദം ഇല്ലാത്തത്? അമ്പലങ്ങളിൽ കൊടിവെക്കാൻ വിവാദം, കൊല്ലുന്നതിൽ വിവാദം, അത് വ്യക്തികൾ തമ്മിലുള്ള പക തീർത്തതാണെന്ന് പറഞ്ഞ് വിവാദം, കൊയ്ത്ത് മെഷീൻ കിട്ടിയില്ലെങ്കിൽ വിവാദം. അത് വിവാദം കൊണ്ട് പൂരമാണ്. ഓരോന്നിനും മരുന്നിൻ്റെ കാര്യത്തിൽ വിവാദം, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ പേരിൽ വിവാദം, TP സെൻകുമാറിൻ്റെ പേരിൽ വിവാദം, ബെഹ്റയുടെ പേരിൽ വിവാദം, 100 DYSPമാരെ മാറ്റിയതിൽ വിവാദം. ഏതാണ്ട് ഇതൊക്കെ വിഷുവിൻ്റെ അന്ന് പടക്കം പൊട്ടിക്കുന്ന മാതിരി വിവാദം കൊണ്ട് ജീവിക്കാം. ഒരു വിവാദത്തെ ഇല്ലാതെയാക്കാൻ അടുത്ത വിവാദം തുടങ്ങാം. ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോയതാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് മുമ്പ് വിവാദം, പ്രഖ്യാപിച്ച തീയതി മാറ്റി. തിരുവനന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗകര്യം പരിഗണിക്കാതെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ വെട്ടിലായി. ഏതാണ്ട് മാതൃഭൂമിയും മനോരമയും എല്ലാ പത്രങ്ങളും മീഡിയകളും പച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെട്ടിലായി. സംഭവം വിവാദമായപ്പോൾ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി രംഗത്തെത്തി. പച്ച നുണ പറയാൻ മാത്രം ഒരു വിഷമവും ഇല്ല. ഒരു തോക്ക് സ്വാമി ജിഷ്ണുവിൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു കോളേജിലെ ഒരു തോക്ക് സ്വാമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറൊന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുപോലെ ഈ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് പലതും മാറി ഒരേ വ്യക്തി തന്നെ പറയാം. ഓപ്പോസിറ്റും ഇതും പറയാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി സൈലന്റ് വയലന്റ്. മെട്രോ പദ്ധതികളുടെ നിയന്ത്രണമുള്ള കേന്ദ്ര നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ അതൃപ്തിയും BJP കേരള ഘടകത്തിന്റെ പ്രതിഷേധവും തീരുമാനം പിൻവലിക്കാൻ കാരണമായി. BJP കേരള ഘടകത്തിന്റെ പ്രതിഷേധം തീരുമാനം മാറ്റാനൊന്നും കാരണമാവില്ല. കാരണം BJPക്കാരെ ഇവർ എന്നും പുച്ഛത്തോടുകൂടി കണ്ടിരിക്കുന്നതാണ്. പിന്നെ അവരുടെ തീരുമാനം വരുമോ? 5000 കോടിയോളം രൂപയുടെ മുതൽ മുടക്കുള്ള പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഏകപക്ഷീയമായി ഉദ്ഘാടനം നിശ്ചയിച്ചതിൻ്റെയാണ് വിവാദമായത്. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷ പരിപാടികൾ വിശദീകരിക്കാൻ തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം മെയ് 30 നടക്കുമെന്ന് അറിയിച്ചു. ഒരു മന്ത്രി തന്നെ അറിയിച്ചത്. നല്ല സ്വബോധമുള്ളതാണ്. ജി സുധാകരനാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ എന്തോ കുഴപ്പമുണ്ട്. ഇത് നല്ല ബോധമുള്ള ഒരു മന്ത്രി തന്നെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം മെയ് 30 നടക്കുമെന്ന് അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് ഉദ്ഘാടനമെന്നും വിശദീകരിച്ചു. അപ്പൊ ബോധമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നില്ല. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്ന് എത്തുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ജൂൺ 5 മുൻപായി പ്രധാനമന്ത്രി സമയം ലഭിച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും. പ്രധാനമന്ത്രിക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി 30 ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിസഭയുടെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി 30 ഉദ്ഘാടനം നടത്തണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ആലുവായിലാകും ഉദ്ഘാടനം. മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സൗകര്യം പരിഗണിക്കാതെയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചതെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മെയ് 29 മുതൽക്ക് ജൂൺ 3 വരെ പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലാണെന്ന് നേരത്തെ അറിയിച്ചതാണ്.
ഇത് മനസ്സിലാക്കി മെയ് 30-ന് മെട്രോ ഉദ്ഘാടനം നിശ്ചയിക്കുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഏപ്രിൽ 11-ന് കത്ത് അയച്ചിരുന്നതായി മുഖ്യമന്ത്രി ഓഫീസ് വ്യക്തമാക്കി. ഉദ്ഘാടനത്തിന് താൽക്കാലികമായി തീയതി നിശ്ചയിക്കുകയാണ് ചെയ്തത്. മെയ് 30-ന് ഉദ്ഘാടനം നടത്താനായാൽ കൂടുതൽ സൗകര്യമാകും. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ കേരളം കാത്തിരിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ പറയുന്നു. എൻ്റെ ഈശ്വര, പ്രധാനമന്ത്രിയുടെ അടുത്ത് പോലും നിൽക്കാതെ ഓടിപ്പോയ VS അച്യുതാനന്ദന്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആള് കേരളം പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം. ഇതിനിടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തി. ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീയതി അന്തിമമായി നിശ്ചയിച്ചിട്ടില്ല. ചെന്നൈ, ബാംഗ്ലൂരു മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയത് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയച്ചിരുന്നു എങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. വിവരം: മെട്രോ റെയിൽ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്തിമ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയായി. കൊച്ചി മെട്രോ സർവീസിന് സജ്ജമായി കഴിഞ്ഞു. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഏതായാലും അതും ഒരു വിവാദമായി. ഇങ്ങനെ ഓരോ വിവാദം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് അതിന് മുമ്പുള്ള വിവാദത്തെ ഈ വിവാദം ഇല്ലാതെയാക്കും. അങ്ങനെയാണ്. പാമ്പിന്റെ വിഷം അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ആന്റി വെനമാണ് ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പൊ ആദ്യത്തെ വിഷം ഇല്ലാതെയാക്കാൻ വേറൊരു വിഷം അകത്തേക്ക് കൊടുക്കാം. അതേമാതിരിയാണ്. എത്ര ഗംഭീരമായിട്ട് വന്നതാണ് ഇടുക്കിയിലെ ലാൻഡ് ഒഴിപ്പിക്കല്, കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കല്, കുരിശുമാറ്റല്. എത്ര ഭംഗിയായിട്ട് വന്നതാണ് നെഹ്റു കോളേജ്, എത്ര ഗംഭീരമായിട്ട് വന്നതാണ് നമ്മുടെ ലോ അക്കാഡമി, എത്ര ഗംഭീരമായിട്ട് വന്നതാണ് ജിഷ വധക്കേസ്, എത്ര ഗംഭീരമായിട്ട് വന്നതാണ് TP സെൻകുമാറിന്റെ കോടതി കേസ്, എത്ര ഗംഭീരമായിട്ട് വന്നതാണ് ജിഷ്ണുവിന്റെ അമ്മയുടെ മഹിജയുടെ ആയിട്ടുള്ള പ്രത്യേകത. എല്ലാം കാളി കത്തി. അത് കഴിഞ്ഞ അടുത്ത വിവാദം അറിഞ്ഞുകൊണ്ട്. ഇതിനിടയ്ക്ക് ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുടെ വിവാദം, ഇതിനിടയ്ക്ക് ഫോൺ വിളിച്ച് പച്ചത്തെറിയോ മറ്റോ പറഞ്ഞു ഒരു മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം. ഇപ്പൊ അതൊക്കെ പോയി. ഏതായാലും ഇനിയും 4 വർഷമുള്ള സ്ഥിതിക്ക് ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് ധന്യമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് മുമ്പോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും വിദേശത്തിലുള്ള മലയാളികൾ ഈ നാട്ടിൽ വന്ന വല്ല വ്യവസായവും തുടങ്ങിയിട്ട് നാടിനെ നന്നാക്കാൻ ശ്രമിച്ചേക്കല്ലേ. പ്രണാമം, നമസ്കാരം.